രാഷ് ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താരെ ആരെങ്കിലുമൊക്കെ ഒരുപാട് ആൾക്കാർ കമൻസ് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചില കമൻസിന് മറുപടി കൊടുക്കണമെന്ന് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ അതിനെ എഴുതി പൂർത്തിയാക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോയിലൂടെ അതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഏതോ ഒരു സുഹൃത്ത്, നമ്മുടെ പ്രിയപ്പെട്ട എപ്പോഴും ഓരോ കമൻസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അതിൻ്റെ താഴെ എപ്പോഴും ഒരു മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒരു വീഡിയോ എവിടെ ഞാൻ വെച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹം എഴുതിയിരുന്ന കമൻ്റ് എന്ന് പറയുന്നത്, ലാലേട്ടൻ മമ്മൂക്കയെ പല പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്, പക്ഷേ തിരിച്ച് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായങ്ങളും ലാലേട്ടൻ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ താഴെ ആ കമൻറ്റ് അതുപോലെ കിടപ്പുണ്ട്. അപ്പം ഞാനത് ശരിക്കും ആ സമയത്ത് ഞാനത് മറന്നുപോയെങ്കിലും ഇന്ന് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് അത് നോക്കുന്നതിനിടയ്ക്ക് വീണ്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ്. അപ്പോൾ ആ സുഹൃത്തിനുള്ള ഒരു മറുപടിയായിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. കാര്യം ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാവും. പണ്ട് ലാലിസം എന്നൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. ലാലിസം, അതായത് ലാലേട്ടൻ എനിക്ക് അന്നത്തെ ഏതോ ലീഡിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ലാലേട്ടൻ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ലാലിസം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്ന സമയത്ത് ലാലിസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു, ഇന്ത്യക്ക് പുറത്ത് മറ്റേതോ ഒരു രാജ്യം, ഓസ്ട്രേലിയ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ വെച്ചും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ലാലിസത്തിൻ്റെ കുഴപ്പം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് റെക്കോർഡ് ചെയ്ത്, അതായത് ലാലേട്ടൻ അവിടെ പാടുകയാണ്. അതായത് എനിക്കൊന്ന് MG ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പലരും ഗാനം ആലപിക്കുന്ന കൂട്ടത്തിൽ ലാലേട്ടൻ്റെ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ കൂടിയ ആൾക്കാർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ, പാട്ട് ഏതോ വഴിക്ക് പോകുന്നു, ലാലേട്ടൻ്റെ ചുണ്ട് വേറെ ഏതോ വഴിക്ക് അനങ്ങുന്നു. അതായത് നേരത്തെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പാട്ടിൻ്റെ അനുസരിച്ച് ലാലേട്ടൻ സ്റ്റേജിൽ ചുണ്ടനക്കിയതാണെന്നും പറഞ്ഞിട്ടാണ് അന്നത്തെ വിവാദം ഉണ്ടായത്. അതിനകത്ത് എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പം ആളുകൾക്ക് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാലേട്ടനെ പറ്റിയ ഒരു അബദ്ധമായിരിക്കാം. എന്തോ ഒരു പ്രശ്നം അന്നവിടെ ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ലാലേട്ടനെ ഈ ദേശീയ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് എന്തോ പ്രതിഫലം എന്തോ കൊടുക്കാനോ പിന്നീട് അതായത് വാങ്ങിക്കാൻ കൂട്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ വിവാദങ്ങൾ ഇത്രയും വളരെ രൂക്ഷമായ സ്ഥിതിക്ക് ലാലേട്ടനെ ഏതൊക്കെ രീതിയിലുള്ള അറ്റാക്കുകൾ നടത്താം ആ രീതിയിലൊക്കെ. കാര്യം ഇതിപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇത് കേൾക്കാൻ വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനും അല്ലെങ്കിൽ മറ്റുള്ളവരും പാടുന്നത് കേൾക്കാനാണ്, അതിൽ ലൈവായിട്ട് സ്റ്റേജിൽ പാടുന്നത് കേൾക്കാനാണ് അവർ വരുന്നത്. കാര്യം ആ ഒരു ഉദ്ദേശത്തിലാണ് ലാലിസം രൂപീകരിച്ചത് തന്നെ. പക്ഷേ ഈ പറയുന്ന കണക്ക് എവിടുന്നോ പാട്ട് കേട്ടിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടിനനുസരിച്ച് ലാലേട്ടൻ ചുണ്ടനക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല ഇവരൊക്കെ വന്നത്. കാര്യം അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഏതായാലും അതിൻ്റെ പുറത്ത് വളരെ ഭയങ്കരമായിട്ട് വിവാദങ്ങളുണ്ടായി. അതിനകത്ത് ലാലേട്ടനോ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരൊക്കെയോ മാപ്പ് പറയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായി. എന്നാലും അത് കൂടുതൽ പ്രശ്നങ്ങളായി. പിന്നീട് ഓസ്ട്രേലിയയിലോ മറ്റോ ഞാൻ പറഞ്ഞ കണക്ക് സംഘടിപ്പിച്ചപ്പോഴും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായി, ഏതോ ഒരു രാജ്യത്ത്. അതും വളരെയേറെ പ്രശ്നം ഉണ്ടായി. അതോടുകൂടി ഏതാണ്ട് ലാലിസം എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ ഒരു ട്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത് അതോടുകൂടി അങ്ങ് അവസാനിച്ച് പിന്നീട് ലാലിസം നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടനെതിരെ രൂക്ഷമായിട്ടുള്ള പരിഹാസങ്ങളും ലാലേട്ടൻ വിമർശനങ്ങളും ഒക്കെ. കാര്യം ആൾക്കാരെയൊക്കെ പറ്റിച്ചു. കാര്യം ഈ പറഞ്ഞ കണക്ക് മനഃപൂർവ്വം അവിടെ വന്ന് ചുണ്ടനക്കി റെക്കോർഡ് ചെയ്ത് പാട്ടിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളുണ്ടായപ്പം ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയപ്പം മമ്മൂക്കയാണ് വന്നത്. മമ്മൂക്കയാണ് ലാലേട്ടൻ്റെ സഹായത്തിനെത്തിയത്. മമ്മൂക്ക ഒരു പ്രസ് മീറ്റ് പോലെ സംഘടിപ്പിച്ചിട്ട് മമ്മൂക്ക തന്നെ പറഞ്ഞ്, കാര്യം എല്ലാ വിവാദങ്ങളും ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. കാര്യം ഇത് ഞാൻ വെറുതെ മമ്മൂക്ക പറഞ്ഞു എന്ന് പറയുകയല്ല. അപ്പം മമ്മൂക്ക പറഞ്ഞിട്ടിരിക്കുന്ന ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടും കേട്ടും നോക്കാം. നമ്മുടെ നാഷണൽ ഗെയിംസിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ മോഹൻലാലിൻ്റെ ലാലിസം എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും വിയോജനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവസാനിപ്പിക്കാനും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വേട്ടയാടുന്ന അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കലാകാരൻ തൻ്റെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിച്ചുമാണ്. അതിൻ്റെ നന്മതിന്മകളൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവത്തിനാണ്. അത് അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അഭിമാനിക്കുന്ന, നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം. ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും
അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്തെന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം വളരെ ആഘോഷപൂർവ്വം പ്രതീക്ഷാപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ നാഷണൽ ഗെയിംസിൻ്റെ ശോഭ കെടുത്തുന്നത് ഈ വിവാദങ്ങൾ മൂലം കെട്ടുപോകരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടെ എനിക്കുണ്ട്. എല്ലാവരും എൻ്റെ വാക്കുകൾ നേരായ അർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. അപ്പം ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ലാലേട്ടന് ആവശ്യമായിട്ടുള്ള സമയത്ത് മമ്മൂക്ക എങ്ങനെയാണ് ലാലേട്ടനെ സഹായിക്കാനായിട്ട് എത്തിയതെന്ന് നമ്മൾ കണ്ട്. പിന്നീട് നമുക്കറിയാം മറ്റൊരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അന്തരിച്ച സുകുമാർ അഴീക്കോടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പം പോലും മമ്മൂക്കയും ലാലേട്ടനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ പോക്കിരി രാജ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ അവിടെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്ക ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെയും പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് ഈ ലാലിസത്തിൻ്റെ ഈ കാര്യം മമ്മൂക്കയാണ് അന്നൊരു പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ട് ഈ വിവാദങ്ങൾക്ക് ഒരു അവസാനം. കാര്യം മമ്മൂക്കയും ലാലേട്ടനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെന്ന് തോന്നിയപ്പം സ്വാഭാവികമായിട്ടും പലർക്കും നിശബ്ദരാവേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ആർക്കൊരാവശ്യം വന്നാലും, ഇപ്പോൾ ലാലേട്ടനെന്ന് മാത്രമല്ല, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റിലീസിന് കാത്തിരുന്നപ്പം ആ സിനിമ സംബന്ധമായിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യുവനടന്മാരെല്ലാം അഭിനയിക്കുന്നത് അതിൻ്റെ ഒരു റിലീസിന് വേണ്ടിയിട്ടും മാധ്യമപ്രവർത്തകരോടും മറ്റുള്ളവരോടുമൊക്കെ ശക്തമായിട്ട് വാദിച്ച് ആ സിനിമയുടെ ഒരു റിലീസ് സാധ്യമാക്കിയത് മമ്മൂക്കയാണെന്ന് ഈ അടുത്ത കാലത്തൊരു യുവനടൻ, മറ്റാരുമല്ല ജയസൂര്യയും അനൂപ് മേനോനും അവരെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഒരാൾക്ക് എന്താവശ്യം വന്നാലും മമ്മൂക്ക അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ട് മനസ്സിലാക്കണം. ലാലേട്ടൻ ആവശ്യം വന്നപ്പോഴൊക്കെ ലാലേട്ടന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു മടിയും കൂടാതെ വന്നിട്ടുള്ള ആളാണ് മമ്മൂക്കയെന്ന്. താങ്ക് യു.